ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പീനട്ട് റൈത്ത. പീനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഫുൾ പ്രോട്ടീൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇന്ന് ഒരു ഫുള്ളി പ്രോട്ടീൻ പാക്കേജ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും ഹെവി ഡോസ് അടിച്ച് കയറ്റിയിട്ടുള്ള സമയത്ത്, അതായത് ഹെവി ഫുഡ് കഴിച്ച സമയത്ത് പിന്നത്തെ ഒരു സമയം നമ്മൾ വിചാരിക്കും സ്കിപ്പ് ചെയ്യാമെന്നിരിക്കും. അപ്പൊ സ്കിപ്പ് ചെയ്യാൻ ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈത്തയാണ്. അതിന് മാത്രമല്ല, നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനത്തെ റൈസ് ഡിഷസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കൂടിയും നല്ല മാച്ചാണ് കേട്ടോ. അപ്പൊ ഇത് തണുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ മുഴുവനെ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈത്തയാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളിവിടെ പീനട്ട് ഒരു 1/2 കപ്പാണ് കേട്ടോ റോസ്റ്റ് ചെയ്ത് ഞാൻ ഒരുവിധമൊക്കെ തൊലി കളഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ കപ്പിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ 1/2 കപ്പ് പീനട്ട് നന്നായി റോസ്റ്റ് ചെയ്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ കപ്പിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോകും. അപ്പൊ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പൊടിച്ചെടുക്കുമ്പോൾ ഈ പീനട്ട് ലഡു ഉണ്ടാക്കുന്ന പോലെ എന്താ പറയാ, അതിന് എണ്ണയൊക്കെ വന്നു തുടങ്ങും. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ അതെടുക്കണം. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പീൽ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് നമ്മൾ പീനട്ട് പൊടിച്ചു വെച്ചില്ലേ, അതിൽ 2 ടീസ്പൂൺ ഒഴിച്ച് ബാക്കിയുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇവിടെ 2 ടീസ്പൂൺ ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഷുഗർ ഒക്കെ ഒന്ന് അലിയട്ടെ. ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലിട്ട് മിക്സ് ചെയ്യാം. സ്വല്പം മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, ഓപ്ഷണലാണ്, അത് ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഇപ്പൊ നമ്മുടെ റൈത്തയുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഈ മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ ചാറ്റ് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്പ്രിങ്കിൾ ചെയ്താൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കപ്പലണ്ടി പൊടിച്ചത്, ഇതൊക്കെ ഒരു ഗാർണിഷ് ചെയ്യാൻ. ഇനി മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടോളൂ കേട്ടോ നിങ്ങൾ. നമുക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ അനാറൊക്കെ ഉണ്ടെങ്കിലുണ്ട്, അതിൻ്റെ മണികളൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈത്തയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.